ഹലോ ഹായ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ഔഷധ ഗുണമുള്ള കറി വയ്ക്കാനാണ് പോണ്. ഇലക്കറി, എല്ലാ ഇലയും കൂടി, ചേമ്പ്, ചേന, പിന്നെ മുരിങ്ങ, എല്ലാ ഇലയും ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. കർക്കിടക മാസം കഴിക്കാൻ പറ്റിയതാണ്. ഔഷധ ഗുണമുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇല പറിച്ചിട്ട് വരാം. ഇതാട്ടോ നമ്മുടെ ഇല വർഗ്ഗങ്ങൾ: മുരിങ്ങ, മത്തനില, ചേമ്പിൻ്റെ കുനിന്ത് കേട്ടോ, തളർത്ത് വന്ന ഒരില മതി. പിന്നെ ചേനയില, അതും കുനുമ്പ് എടുക്കാൻ പാടും. കുനുമ്പ് പറഞ്ഞാൽ തലപ്പ്, നമ്മൾ വിരിഞ്ഞ് വരുന്ന ഇലയില്ലേ അത്. മത്തൻ്റെ ഇല, പിന്നെ കോവയ്ക്ക ഇല. ഇത്രയും ഇല വെച്ചിട്ട്, എത്ര ഇല കിട്ടിയില്ല കേട്ടോ. കുറേ ഇലയുണ്ട്, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഇതാണ് മുരിങ്ങയില, ചേനയില, ചേമ്പില, മത്തനില, കോവയ്ക്കയില. ഒക്കെ തളിർത്ത് വരുന്ന ഇലകളെടുത്താൽ മതി. ഒക്കെ ഓരോന്ന് കിട്ടിയ, മത്തൻ്റെലൊക്കെ കൂടുതലായാലും കുഴപ്പമില്ല. ചേനയുടെയൊക്കെ ഒരു 2 തണ്ട് അങ്ങനെയൊക്കെ മതി. എല്ലാ ഇലകളും ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. കോവയ്ക്കയിലൊക്കെ ഒരു 4 എണ്ണമൊക്കെ മതി. അങ്ങനെ എല്ലാം കൂടി നമുക്ക്, മുരിങ്ങയുടെ ഇല കുറച്ച് ആവശ്യത്തിന് കൂടുതലാവാം, നല്ലോണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി അരിഞ്ഞ് നമുക്ക് ഒരു തോരൻ പോലെ വയ്ക്കാം. ഉനാന്നരിയണം, അരിഞ്ഞ് തോരൻ പോലെ വയ്ക്കാം. നല്ല ഔഷധ ഗുണമുള്ള ഇലകളാണ്. ഇതെല്ലാം കർക്കിടക മാസത്തിൽ കഴിക്കാം. നല്ല ഔഷധിയാണ്, പിന്നെ ഹെൽത്തിന് നല്ലതാണ്. കർക്കിടകത്തിലെ ഇലവർഗ്ഗങ്ങൾ, നമ്മളെ കഞ്ഞി, ഔഷധക്കഞ്ഞി, ഉലുവക്കഞ്ഞി, ചെറുപയർ കഞ്ഞി, അങ്ങനെയൊക്കെ ഓരോ കഞ്ഞികളൊക്കെ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതാണ്. എല്ലാവരും കഴിക്കണം. കർക്കിടക മാസത്തിൽ ഒരു തവണയെങ്കിലും കഴിക്കണം. ഇതാണ് കേട്ടോ അരിഞ്ഞ് വെച്ചത്. കഴുകിയിട്ട് അരിയാം, പിന്നെ അരിഞ്ഞിട്ടും കഴുകാം. കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം. അതിൽ വിഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കേട്ടോ. ഇത്ര ഉപ്പ്, 1/2 ടീസ്പൂണ്. നമുക്ക് വേണമെങ്കിൽ ഇലകളൊക്കെ ആഡ് ചെയ്തിട്ട് ഇടാം. നന്നായി വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇലകൾ ആഡ് ചെയ്യാം. നന്നായി വഴറ്റി കൊടുക്കുക. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല മണം കിട്ടും കേട്ടോ. ഇലകൾ വേകാനുള്ള വെള്ളം കേട്ടോ. നമ്മൾ ഇലകളൊക്കെ ഇടും. 1/2 ഗ്ലാസ് വെള്ളം മതി. പിന്നെ ഇലയിൽ വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കഴുകി ഇടുന്നതല്ലേ. നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇതിൽ തേങ്ങയൊക്കെ ചിരകിയിട്ടാൽ നല്ലതാട്ടോ. ഇപ്പം ഞങ്ങൾക്ക് തേങ്ങ കിട്ടാൻ വഴിയില്ല, ഞങ്ങൾക്ക് തെങ്ങൊന്നുമില്ല. അപ്പോൾ മേടിച്ചിട്ട് വേണം. അപ്പോൾ തേങ്ങ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് വെച്ചാൽ നല്ലതാണ്. അതുപോലെ ഔഷധക്കഞ്ഞിയിലും നമുക്ക് തേങ്ങയൊക്കെ ചിരകിയിട്ട് വയ്ക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ അതൊന്ന് ചുങ്ങി കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വിജയം മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കറി റെഡി കേട്ടോ. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിറയെ ഇല ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ അത് ഒക്കെ വാടി കുറച്ച് ഇതായി. നമ്മൾ കർക്കിടക മാസത്തിൽ 2 തവണ കഴിച്ചാലും നല്ലതാണ് കേട്ടോ ശരീരത്തിന്. അപ്പോൾ 5 ഇല കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.